ഹലോ, എല്ലാവർക്കും ക്രിയേറ്റീവ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. വീഡിയോ ഒക്കെ എടുത്തതാണ്, പക്ഷേ എന്തൊക്കെയോ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വാൾ ഡെക്കറാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ നമ്മുടെ ബേസൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാർഡ്ബോർഡിൽ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് കാണിക്കാം. ഇതാണ് ഞാൻ ചെയ്തെടുത്ത ഫ്ലവേഴ്സ്. ഇത് നമ്മൾ മുട്ടയുടെ ട്രേ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ട്രേ എടുത്തിട്ട് ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഫ്ലവറാണ് ഇതിന് ഞാനൊരു പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്യാതെടുത്ത മറ്റൊരു ടൈപ്പ് ഓഫ് ഫ്ലവറാണിത്. അതേപോലെ ഈ ട്രേയിൽ നിന്ന് നമുക്ക് ലീഫും കൂടി ചെയ്തെടുക്കാം. ഞാൻ ലീഫ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ട്രേയിൽ നിന്ന് ഒരുപാട് ഫ്ലവേഴ്സും ലീഫും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇത് നമ്മുടെ ബേസിലേക്ക് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള സ്റ്റെമ്മോ അല്ലെങ്കിൽ വൈനൊക്കെ റെഡിയാക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും എടുക്കുന്നത് വയറാണ്. ഇന്ന് നമ്മളെടുക്കുന്നത് വുളൻ ത്രെഡാണ്, ഗ്രീൻ കളർ വുളൻ ത്രെഡ്. ഇതില്ലാത്തവർ വയർ യൂസ് ചെയ്താലും മതി. അപ്പം നമുക്ക് ഇതുപോലത്തെ ഈ ടിപ്പ് ഇതുപോലെ നേർത്ത് തട്ടുള്ള ഗ്ലൂ വെച്ചിട്ട് ഫെവിക്കോളൊക്കെ മതി വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഏത് ഷേപ്പിലാണോ വള്ളികൾ വേണ്ടത് അതുപോലെ വരച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ത്രെഡ് ഒട്ടിച്ചെടുക്കണം. അപ്പം നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വള്ളി ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കുക. ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്തിട്ടെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, കാരണം ഇത് ഒരുപാട് ലെങ്തി ആയി പോകും മുഴുവനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഇടയിലായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളും ഇലകളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ ഉരുട്ടിയെടുത്ത ബോൾസാണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബോൾസ് മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ടാബ്ലറ്റിൻ്റെ കവറാണ്. റൗണ്ട് ഷേപ്പിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെച്ചിട്ട് നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മുഴുവനായിട്ട് ഇടയിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. ലാസ്റ്റ് ഒന്ന് വാർണിഷും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്